വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ അങ്ങനെ ദിലീപണ്ണ തങ്കമണി കണ്ടു. നമ്മൾ തൃശ്ശൂര് ജോർജ് ആർട്ടിൻസിന്റെ ആഗത്തിലാണ് പടം കണ്ടത്. ഫാൻ ഷോ ആയിരുന്നു. അപ്പൊ പടം എങ്ങനെയുണ്ട്? പടം തങ്കമണി എന്ന് പറഞ്ഞ ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അന്ന് പോലീസുകാർ ചെയ്ത നരനായാട്ട് ആ ഇടുക്കി ജില്ലയിൽ സംഭവം ഉണ്ടായ ഒരു റിയൽ ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരുപാട് സ്റ്റോറികൾ യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് അവർ നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഇന്റർവെല്ല് ആ ഭാഗം തുടങ്ങുമ്പോൾ കറക്റ്റ് ആ ഇൻസിഡന്റ് തുടങ്ങണേ. ആ ഇൻസിഡന്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ ഈ ദിലീപന്റെ ക്യാരക്ടർ ആബേൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ലൈഫ് ഉണ്ട്. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, അസീസ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അസീസ് ആകെ 4-5 സീനിൽ ഉണ്ടാവുള്ളൂ. സീൻസ് ആണ് അസീസിന്റെ. വേറെ എന്തായിരുന്നു അസീസിനെ എനിക്ക് ഇഷ്ടമായി. അസീസിന്റെ സീൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ആളുടെ ഇപ്പോഴത്തെ പടങ്ങളൊക്കെ നല്ല രസമായിട്ട് ആൾ അഭിനയിച്ചിട്ടുണ്ട്. ഇതില് 2 ഗെറ്റപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗെറ്റപ്പ് ആകെ ഒരു സീൻ തന്നെ ഉള്ളൂ, പക്ഷെ അതും രസമായിട്ടുണ്ടായിരുന്നു. ദിലീപന്റെ കൂട്ടുകാനായിട്ടുള്ള സംഭവങ്ങൾ രസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായത് ഇങ്ങനെ മറ്റേ അവരെ കാണാൻ പോയി പോലീസുകാര്. അപ്പൊ കരയാണ് സീൻ, അത് ആള് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്യാരക്ടർ ഉണ്ട് പടത്തില്. ദിലീപേട്ടൻ, അസീസ്, സുദേവ്, നീത പിള്ള, പിന്നെ മറ്റേ പോലീസുകാരി. സത്യം പറഞ്ഞാൽ എനിക്ക് പോലീസുകാരിയുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ല. പോലീസുകാരുടെ ആക്ടിങ് ഭയങ്കര ഒരു ഒന്നാമത് ഡബിങ് അവരുടെ ഒരു സുഖമില്ല. കാരണം ആള് ഒരു ക്യാരക്ടർ ഇടയ്ക്കിങ്ങനെ പോക്കർ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്കിങ്ങനെ സ്റ്റോറി വരുമ്പോ കരച്ചില് കാണുമ്പോ നമുക്കൊരു ഇമ്പാക്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നിയത് ഈ നിതാപ്പിള്ളയുടെ ക്യാരക്ടർ, ആ നിതാപ്പിള്ള ചെയ്താൽ മതി. പോലീസ് ക്യാരക്ടർ നന്നാവും എനിക്ക് തോന്നിയത്. ചെയ്യണം. കാരണം നിതാപ്പിള്ളക്കും ആ ഒരു റൊമാൻസ് ആളങ്ങനെ ചെയ്യാത്തോണ്ട് തോന്നുന്നു. ആള് ആക്ഷന്റെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. റൊമാൻസ് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ആൾക്ക്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല റൊമാൻസ്. പിന്നെ അതേപോലെ മാളവിക ഉണ്ട്. മാളവിക ഞാൻ ജസ്റ്റ് മാളവിക എന്നല്ല അവരുടെ പേര്, ദിലീപേട്ടന്റെ പെങ്ങളായിട്ട്. അതൊക്കെ ജസ്റ്റ് വന്നു പോണ സീനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുദേവും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. സുദേവ് നായർ ദിലീപേട്ടന്റെ കൂട്ടാനായിട്ട് മറ്റേ പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് നന്നായിട്ട്. സിദ്ദിഖിന്റെ റോളാണെങ്കിലും രസമുണ്ട്. പിന്നെ അതിലത്തെ മറ്റേ പിന്നെ ആ 2 പോലീസുകാര് അവര് നന്നായിട്ടുണ്ടായിരുന്നു. സമ്പത്തും പിന്നെ മറ്റേ ലൂസിഫറിലെ പോലീസുകാരനും അവരും രസമുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലെ ഈ ആബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ എന്നാണ് അവര് പറയുന്നുണ്ടായിരുന്നത്. ഇന്റർവ്യൂലൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ഫിക്ഷണൽ ക്യാരക്ടറിലെ റിവെഞ്ച് സ്റ്റോറിയാണ്. ഈ ഇൻസിഡന്റ് മാത്രമല്ല, ബാക്കിയൊക്കെ റിവെഞ്ച് സ്റ്റോറി ഒരു ഫിക്ഷൻ ആണ് ഇവരുടെ. അപ്പൊ ആ ഫിക്ഷനിൽ കുറച്ച് ഈ സ്ലോ മോഷനും സംഭവങ്ങളൊക്കെ ഇടുമ്പോ അങ്ങോട്ട് സിങ്ക് ആവാത്ത പോലെ തോന്നി. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും ഇഷ്ടമായത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫില് ആളുടെ ലൈഫ് ജീവിതം ഇങ്ങനെ സംഭവം ഇങ്ങനെ പോകുമ്പോ അത്രയ്ക്കൊക്കെ ചിലപ്പോ അത് കാണുന്ന ആൾക്കാർക്ക് ഇടുക്കി അവിടെ ശരിക്കും ഉണ്ടായ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്തും കുറച്ച് ഇമോഷണൽ കണക്ട് ചെയ്തും സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ മനോജ് ഗേജ ഉണ്ട്, ഒരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ ആയിട്ട്. ഓക്കെ ആയിരുന്നു ക്യാരക്ടർ. ആള് ഇത് ചെയ്യാത്ത ക്യാരക്ടർ ഒന്നല്ല. അതൊക്കെ ആളുടെ മേക്കപ്പും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് ഈ വലിയ സ്ക്രീനിൽ കാണുമ്പോ തന്നെ അത് കറക്റ്റ് ഇവിടെ വെച്ചതാണ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. ആ ഒരു ഫിനിഷിംഗ് തോന്നിയില്ല. പിന്നെ അതേപോലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ദിലീപേട്ടന്റെ ഗെറ്റപ്പും മനോജ് ജയന്റെ ഒരു ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്. അതൊരു ആളുടെ താടിയും സംഭവം എനിക്ക് അത്രത്തോളം സുഖമായിട്ട് തോന്നിയില്ല. നമുക്കൊരു കുഴപ്പമില്ലാത്ത. പിന്നെ ഈ ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളവർക്ക്, ഇൻസിഡന്റ് അനുഭവിച്ചുള്ളവർക്ക് അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ അവരുടെ ഒരു ഇതില് അവരുടെ അതായത് അവരുടെ കാണാത്തൊരു സ്റ്റോറി എന്നല്ല. നമുക്ക് നോർമൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സംഭവിക്കുന്നു, അതിനെ റിവെഞ്ച് ചെയ്യുന്നു, അത് തന്നെയാണ് സ്റ്റോറി. പോലീസുകാരൊക്കെ എന്തായാലും ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സിൽ അവര് പറഞ്ഞിട്ടില്ലേ പോലീസുകാരുടെ ഇതിനും ദൂഷ്യമായിട്ടുള്ള അനുഭവം ഉണ്ടായതെന്ന് അല്ലേ? പൈസ കൊടുത്തിട്ട് ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെ ടാക്സ് കൊടുക്കണേ ഇതെന്ന് പറഞ്ഞാൽ 86-ലുള്ള സംഭവമാണ്. അപ്പോഴത്തെ ആൾക്കാർ അങ്ങനത്തെ സംഭവമൊക്കെ ആയിരിക്കാം. പിന്നെ ഒരു മന്ത്രിസഭ തന്നെ താഴെ പറ്റിയ സംഭവമാണ് ഈ തങ്കമണി. പിന്നെ ഇത്രയധികം പടങ്ങൾ ഇപ്പൊ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമല്, ബ്രഹ്മയുഗം, പ്രേമലു. ആ പടം നമുക്ക് ഭയങ്കര ഹിറ്റാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത് ഇറക്കിക്കണേ. അപ്പൊ എങ്ങനെ സർവൈവ് നമുക്ക് നോക്കണം. അത്യാവശ്യം ഫസ്റ്റ് ഹാഫിനെ മേടിച്ച് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ആ ഇൻസിഡന്റ് നമ്മളൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. വൺ ടൈം വാച്ചബിൾ ആണ്. എന്തായാലും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ.